ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്കിന്ന് കുറച്ച് മാൾസിന്റെ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാം കേട്ടോ. ഒരുപാട് പേർക്ക് മാൾസിന്റെ പ്രോഡക്ട്സ് നല്ല ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ മേടിക്കുമ്പോൾ ഏറ്റവും അധികം മാൾസിന്റെ പ്രോഡക്ട്സ്, മാൾസും സ്വിസ് ബ്യൂട്ടി ഇൻസൈറ്റ് ഒക്കെ കൂടുതൽ മേടിച്ച് കൂടുതൽ തവണ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ഹിറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. അതിന്റെ പ്രോപ്പർ റിവ്യൂ ആയിട്ടും പറയാം കേട്ടോ. കുറെയൊക്കെ നമ്മൾ ഷോർട്സിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പെട്ടെന്ന് വേഗം തന്നെ പറഞ്ഞു പോവാം. ഓക്കെ, മാൾസിന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയോ ആണ്. ഇതിൽ ഐലൈനർ ഉണ്ട്, മസ്കാര ഉണ്ട്, അതേപോലെ തന്നെ ഐ ഷാഡോ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ മാഗ്നറ്റിക് ആയിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, അപ്പൊ ഇങ്ങനെ മൂന്ന് ഒരുമിച്ചിരിക്കും. അപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇന്ന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ട്. ഒന്ന് വന്നിട്ട് ഐ ഷാഡോ ആണ്. ഐ ഷാഡോ വന്നിട്ട് ഭയങ്കര ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഡെയിലി യൂസിന് പറ്റില്ല. പക്ഷെ മസ്കാരയും അതേപോലെ തന്നെ ഐലൈനറും നമുക്ക് വേണമെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മള് ഇപ്പോൾ ഓഫീസിലേക്കോ കോളേജിലേക്കോ ഒക്കെ പോണ കുട്ടികളോ ഇങ്ങനെ എഴുതുന്നവരാണ്, കണ്ണ് ഐലൈനർ എഴുതുന്നവരാണ്, മസ്കാര ഇടുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കാർത്തിക് സൂര്യയുടെ റിസപ്ഷൻ ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതില് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഐലൈനറും മസ്കാര ഇത് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഹൈ എൻഡ് മസ്കാരയൊക്കെ യൂസ് ചെയ്യില്ല. ഈവൻ മാർസിന്റെ തന്നെ ഒരു 250 രൂപയുടെ ഒരു മസ്കാര ഉണ്ട്. അതിന്റെ അത്ര ഒരു പെർഫോമൻസ് ഈ മസ്കാരയ്ക്കില്ല. ചെറിയൊരു വോളിയം മാത്രമേ തരുള്ളൂ, ചെറിയൊരു ലെങ്തിങ്ങേ തരുള്ളൂ. അപ്പൊ കൂടെയുടെ ഒക്കെ മസ്കാരയുടെ ഒരു അടിപൊളി എഫക്റ്റ് ഉണ്ടല്ലോ, അതില്ല കേട്ടോ. പക്ഷെ ഒരു മീഡിയം ടു ലോ ലെവൽ റിസൾട്ട് ആണ് ഉണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത്, ഡെയിലി ഇപ്പോൾ ഓഫീസിലേക്ക് പോവാ, കോളേജിലേക്ക് പോവാ, അങ്ങനത്തെ ഒക്കെ ഒരു രീതിക്കാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. അതേപോലെ ഐലൈനർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ബ്ലാക്ക് ഐലൈനർ ആണ്. ജസ്റ്റ് ഐലൈനറിന്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ ബ്രഷ് അത്രയും ഇങ്ങോട്ട് സെറ്റ് ആയില്ല. ഇത്തിരി വിഡ്ത്ത് കൂടുതൽ, അത് ഒരു ചെറിയ നെഗറ്റീവായിട്ട് ഉണ്ട്. പക്ഷെ ഒരു 500 രൂപയ്ക്ക് ഈ 3 സാധനം കൂടി ഒരുമിച്ച് കിട്ടുന്ന അടിപൊളിയാണ്. ഈ ഐ ഷാഡോ നമുക്ക് ഒരു ഗ്ലിറ്ററി എഫക്റ്റ്, ഏതെങ്കിലും ഒരു ഐ ഷാഡോ ഇട്ടിട്ട് അതിൻ്റെ മീതെ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പാർട്ടിക്കൊക്കെ നല്ലതാണ്, റിസപ്ഷൻ ലുക്കിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലാവൻഡർ ലുക്കിന് ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ഡെഫിനറ്റ്ലി വർത്ത് ഫോർ ദ മണിയാണ്, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഈ മസ്കാരയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു റിസൾട്ട് നമ്മൾ നേരത്തെ കാണിച്ചതിന് ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ ഒരു റിസൾട്ട്, ഹൂഡയുടെ മസ്കാര ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടം. എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട മസ്കാരയാണ് കേട്ടോ. അതും ഇതും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് സെക്കൻഡ് ആയിട്ട് വരും. ഹൂഡ ഫസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ്. പക്ഷെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൂഡ 2500, ഇത് 250 രൂപയാണ്. ഇത് വന്നിട്ട് കണ്ടോ, ഇതിൽ 2 വോണ്ട് പോലെയാണ്. ആക്ച്വലി ഇത് 1 വോണ്ട് ആണ്, പക്ഷെ 2 വോണ്ടിന്റെ റിസൾട്ട് തരുന്നതാണ് കേട്ടോ. അതായത് ഈ ഒരു മുകളിലത്തെ വശം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലെങ്ത് തരും, താഴത്തെ ഭാഗമായിട്ട് ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഒരു വിഡ്ത്ത് തരുകയും ചെയ്യും. ഇത് ഒറ്റ ബ്രഷാണ്. ഞാൻ ആദ്യം വിചാരിച്ച 2 ബ്രഷാണ്, പക്ഷെ ഇത് ജസ്റ്റ് ഒറ്റ ബ്രഷാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരൊറ്റ ബ്രഷേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളിതാ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൽ ഒരുവിധം മസ്കാരയൊക്കെ ഇത് വലിച്ചെടുക്കും. അങ്ങനെയാകുമ്പോഴാണ് നമുക്കിതാ ഒരു ലെങ്തനിങ് എഫക്റ്റിലേക്ക് കൊണ്ടുതരുന്നത്. എന്നാൽ കുറെ കൂടി മസ്കാര ഉള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറെ കൂടി വോളിയം തരാനായിട്ടാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുക. അടിപൊളി ടെക്നിക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് വർക്കാവുന്ന ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് വർത്താണ്. പിന്നെ ഞാൻ ഷോർട്സിലും പറഞ്ഞ കാര്യമാണ്, മസ്കാര ഈവൻ ഐലൈനർ നമുക്ക് പിന്നെയും കുറെ കൂടി യൂസ് ചെയ്യാം. പക്ഷെ മസ്കാര എപ്പോഴും പറയുന്നത് 6 മാസത്തെക്കാട്ടിലും കൂടുതൽ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു മസ്കാര ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ അത് കളയാന്നുള്ളതാണ്. അത് ഇത്തിരി സൂക്ഷിക്കണം കേട്ടോ. മസ്കാര അതേപോലെ ബ്യൂട്ടി സ്പഞ്ച് ഉണ്ടല്ലോ, ബ്യൂട്ടി ബ്ലെൻഡർ, അതും ഞാൻ പറയുകയാണെങ്കിൽ അത്ര വിലയുടെ മേടിക്കേണ്ട. അത്യാവശ്യം ഒരു ഡീസൻറ്റ് എമൗണ്ടിന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു 6 മാസം കഴിഞ്ഞാൽ കളയുക. അതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. ഓക്കെ, അപ്പം ഇതൊരു മസ്റ്റ് ഹാവ് ആണ് മാൾസിന്റെ പ്രോഡക്ട്സിൽ. അടുത്ത് വന്നിട്ട് മാൾസിന്റെ ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ ഞാൻ ഇത്തിരി സംശയിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷെ എനിക്ക് ഇതിലത്തെ ഏത് ഷെയ്ഡാണ്, 2 ഷെയ്ഡ് ഏകദേശം മാച്ച് ആണ്. പക്ഷെ എനിക്ക് ചെസ്നട്ട് കൊക്ക ഈ ഷെയ്ഡ് നമ്പർ 10 ആണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഏകദേശം ഏറ്റവും ലാസ്റ്റ് വരുന്ന ഷെയ്ഡ് തന്നെയാണ്. ഇതാണ് ഞാനിപ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയണ്ടാവും. ഞാൻ ഫൗണ്ടേഷൻ തീരെ ഇടാറില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഫൗണ്ടേഷൻ. ഞാൻ എപ്പോഴും കൺസീലർ വെച്ചിട്ടാണ് ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ
കളർ കറക്റ്റ് ചെയ്യും. പണ്ട് കളർ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ആവശ്യമുണ്ട് കേട്ടോ. നല്ല ഡാർക്ക്നെസ് ഉണ്ട്, കണ്ണിൻ്റെ താഴെയും ഇവിടെയൊക്കെ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് അത് കളർ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മീതെ കൺസീലർ ഇടുക. വേണ്ട ഭാഗത്ത് മാത്രം ബ്ലഷ് ഇടുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് തോന്നാറുണ്ട്. അതേസമയം ഫൗണ്ടേഷൻ ഇടുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഫൗണ്ടേഷൻ ഒരു ഫുൾ ലെയർ ഇട്ടും, അതിൻ്റെ മീതെ ബ്ലഷിൻ്റെ ഒരു ലെയർ വരിക, അതിൻ്റെ മീതെ കോണ്ടൂറിൻ്റെ ഒരു ലെയർ വരികയാണ്. 2 ലെയറുകൾ വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഫൗണ്ടേഷൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇതെനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇതെനിക്ക് ഷെയ്ഡ് മാച്ച് ആവുന്നുണ്ട്. എൻ്റെ പോലെ ഒരു ഡസ്കി മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ഒരു പൊടിക്ക് ഡാർക്കറാണ് എടുക്കുക. അത് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ ആയിട്ട് ഏകദേശം മാച്ചായിട്ട് വരാൻ, അപ്പോഴും അധികമൊന്നും മാച്ച് ആവില്ല കേട്ടോ. ഒരുപാട് ഡാർക്ക് എടുത്താൽ നമ്മൾ ഡള്ളായി പോകും. അപ്പോൾ ഞാൻ ഒരു പൊടിക്ക് ഡാർക്ക് അല്ലെങ്കിൽ സെയിം ഷെയ്ഡ് തന്നെ എടുക്കും. ഓക്സിഡൈസ് ആവുമ്പോൾ ഡാർക്ക് ആവും. കുറേ പേർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഫൗണ്ടേഷൻ ഏതിട്ടാലും കുറച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഡാർക്ക് ആവും. അങ്ങനെ വേണ്ട എന്നുള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ഷെയ്ഡ് ലൈറ്ററായിട്ട് എടുത്താൽ മതി. എനിക്ക് എങ്ങനെയാ വെച്ചാൽ ഫൗണ്ടേഷൻ ഒരു പൊടിക്ക് ഡാർക്കർ ആയാലും കുഴപ്പമില്ല, ഫൗണ്ടേഷൻ ഡാറില്ല ഇട്ടാലും ഒരു പൊടിക്ക് ഡാർക്കർ ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒന്നില്ലെങ്കിൽ ഓക്സിഡൈസ് ഫൗണ്ടേഷൻ ആണെങ്കിൽ സെയിം എൻ്റെ സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ എടുക്കും. അതല്ലെങ്കിൽ ഇത് പൊടിക്ക് ഡാർക്കറാണ്, ഒരു ചെറിയ ലെയറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ. റോഷിലേക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമല്ല, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എത്രയോ വില? 449 ആണ്. പക്ഷെ എപ്പോഴും ഡിസ്കൗണ്ടിലുണ്ടാവും. ഒരു അഫോർഡബിൾ ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതും എനിക്ക് പ്രത്യേകം എടുത്തു പറയണം. മാർസിൻ്റെ ബ്രഷ് കേട്ടോ, ബ്രഷ് സെറ്റ് ഉണ്ട്, അത് ഞാനിവിടെ കാണിക്കാം. എൻ്റെ എല്ലാ ബ്രഷസും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ കണ്ടോ, കുറച്ച് മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ ഫിനിഷാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചീത്ത വെക്കാറുണ്ട് കോമന്റ് സെക്ഷൻ, ഇതാണോ നാച്ചുറൽ എന്ന് വിചാരിച്ചിട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച മേക്കപ്പേ ഇടാണ്ട് അങ്ങനത്തെ ഒരു നാച്ചുറൽ ലുക്ക് അങ്ങനെയല്ല. പക്ഷെ ഇല്ലേന് താരതമ്യേന നമുക്ക് ഒരു കുറച്ചുകൂടി ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടും. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ നാച്ചുറൽ ലുക്ക് എന്ന് പറയുമ്പോഴാണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് പറയണത്. ഇതാ എനിക്കിഷ്ടമായിട്ടോ. ഞാനിപ്പം ഒരു ലെയറും കൂടി ഇടുകയല്ലേ ചെയ്തത്, പക്ഷെ എന്നാലും അങ്ങനെ അത്ര ഒരു ഇതില്ല. സ്കിന്നിൽ ഇങ്ങനെ എന്തോ സാധനം ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ ഇല്ല കേട്ടോ. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് മാർസിൻ്റെ സീറോ ബ്ലെൻഡ് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ ഇൻ ദ ഷെയ്ഡ് ചെസ്നട്ട് കോക്ക, അത് എൻ്റെ ഷെയ്ഡാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത് വന്നിട്ട് ലൂസ് പൗഡർ. മാർസിൻ്റെ ലൂസ് പൗഡർ ഭയങ്കര അടിപൊളിയാണ്. അഫോർഡബിൾ റേഞ്ചിൽ നോക്കുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളി ബെസ്റ്റ് ആയിട്ടുള്ള ലൂസ് പൗഡറാണ്. ഇപ്പോൾ ഹൂഡയുടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു 3500 ആ ഒരു റേറ്റിലാണുള്ളത്. നല്ല ലൂസ് പൗഡറാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്, ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂഡയുടെ തന്നെയാണ്. പക്ഷെ അത്രയും സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. ഒരു അഫോർഡബിൾ റേറ്റിലുള്ള ഏകദേശം ആ ഒരു പെർഫോമൻസ് തരുന്ന ഒരു ലൂസ് പൗഡർ നോക്കുകയാണെങ്കിൽ ഇതാ മാർസിൻ്റെ ഈ ഒരു ലൂസ് പൗഡർ ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് മെയിനായിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സിലും കാണിച്ചിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ മേക്കപ്പ് ഇടുകയാണ്, ലെയർ ഓഫ് മേക്കപ്പ് ഇടുകയാണ്. അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പാക്ട് പൗഡർ അങ്ങനെ ഇടുമ്പോൾ എന്താ വെച്ചാൽ ഒരു ലെയർ ഓഫ് മേക്കപ്പ് ഉള്ള പോലെ ഉണ്ടാവും. ലൂസ് പൗഡർ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ കൺസീലറൊക്കെ ഇട്ടിട്ട് നമ്മൾ വേണ്ട ഭാഗത്ത് ലൂസ് പൗഡർ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് തട്ടിക്കളയാം. അപ്പോൾ അതിനെ നമ്മൾ ബേക്കിംഗ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ബേക്കിംഗ് പൗഡർ എന്നും പറയും. അപ്പോൾ നമ്മൾ തട്ടിക്കളയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആവും, കുറെ കൂടി നല്ലൊരു ഫിനിഷ് ഉണ്ടാവും, സ്കിൻ ലൈക്ക് ഫിനിഷ് ഉണ്ടാവും. കോമ്പാക്ട് പൗഡർ ആകുമ്പോൾ ഒരു ലെയർ പോലെ ഉണ്ടാവില്ല. അപ്പോൾ കോമ്പാക്ട് പൗഡർ നമുക്ക് എപ്പോഴും ഇടാൻ പറ്റുക, നമ്മൾ കാര്യമായിട്ട് ബേസ് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കോമ്പാക്ട് പൗഡർ ബ്ലഷ് അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ലൂസ് പൗഡറിനെക്കാട്ടിലും നല്ലത് അതായിരിക്കും. മേക്കപ്പ് ബേസ് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോമ്പാക്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ലൂസ് പൗഡർ യൂസ് ചെയ്തത് നല്ലത്. അപ്പോൾ ഇതാ ഈ മാർസിൻ്റെ ലൂസ് പൗഡർ അടിപൊളിയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇല്ലുമിനേറ്റർ. ഇത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഹൈലൈറ്റർ പോലെ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് എന്താ വെച്ചാൽ എൻ്റെ ഷെയ്ഡ് എനിക്ക് ഒട്ടും പറ്റിയത് കിട്ടിയില്ല. ഞാൻ ഡാർക്ക് ഷെയ്ഡ് നോക്കിയിട്ടും എനിക്ക് പറ്റിയത് കിട്ടിയില്ല. അത് മാത്രമല്ല ഒരു ഫിനിഷും ഒന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അത്ര പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് നോക്കിയില്ല കേട്ടോ. പിന്നെ വേണ്ടിയിരുന്ന കൺസീലർ ആയിരുന്നു. കൺസീലറും എൻ്റെ ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഫിനിഷൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷെയ്ഡ് കിട്ടാത്ത കാരണം അതും എനിക്ക് പറയാൻ നിവർത്തിയില്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും തപ്പി പിടിച്ച് കറക്റ്റ് ഷെയ്ഡ് കിട്ടിയിട്ട് ഞാൻ കൺസീലറിനെ കുറിച്ചിട്ട് വേറെ പറയേ. അടുത്ത് വന്നിട്ട് ബ്ലഷ് നമുക്കിതാ അതേപോലെ തന്നെ ലിക്വിഡ് ബ്ലഷും ഉണ്ട് കേട്ടോ. ഈ ലിക്വിഡ് ബ്ലഷ് നോക്കുകയാണെങ്കിൽ ഇത് പുതിയത് ഇറങ്ങിയതാണ്. ഇത് കുറച്ച് മാത്രം ഇട്ടാൽ മതി, നല്ല പിഗ്മെന്റേഷനാണ്. കുറച്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് കണ്ടോ, ഒരു തുള്ളി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ബ്ലഷ് അധികമായി എന്ന് തോന്നിയാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഞാൻ പട്ടയെന്ന് അടിച്ച പോലെയല്ലേ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഒരു തുള്ളി എടുക്കുക. അത് വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതിയേ. അതെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ
ബ്ലഷ് കുറെ കൂടി നൈസ് ആയിട്ടുണ്ടാവും. അധികമായാൽ മാത്രം കേട്ടോ, എത്ര ബ്ലെൻഡ് ചെയ്തിട്ടും പോകുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഇതാ ഇതേപോലെ ഫൗണ്ടേഷൻ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ബ്ലഷ്. എന്നിട്ട് എല്ലാവരും പറയാറുണ്ട് ഞാൻ എന്തെങ്കിലും ബ്ലഷ് ഉണ്ടെന്ന്. എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് വരുമ്പോണ്ടല്ലോ ബ്ലഷിന് വേണ്ടി ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ കുറച്ചും കൂടി എന്ന് പറഞ്ഞിട്ടാണ് ഇത്. അപ്പൊ കണ്ടോ സെറ്റ് ആയില്ലേ? ഇതിന് രണ്ടിന്റെ വില എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ, എത്രയാന്ന് എനിക്ക് തോന്നുന്നു. ഇത് വന്നിട്ട് 250, ഇതും 250, ഏകദേശം ഒരേ പ്രൈസ് തന്നെയാണ്. എന്നാൽ ക്രീം ബ്ലഷ് ആണെങ്കിൽ എന്താ വെച്ചാ ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യും തോറും മാഞ്ഞു പോകും. ഇവിടെ നിർത്തുമ്പോൾ എനിക്ക് വേദന എടുക്കുന്നുണ്ടോ, എനിക്ക് സൈനസ് ഉണ്ട്. എന്നെ പോലെയാണോ നിങ്ങൾ ChatGPT ചോദിക്കാറുണ്ടോ ഇതിന് സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് അസുഖത്തിന്റെ കാര്യം? ChatGPT എന്നോട് പറഞ്ഞു എനിക്ക് സൈനസ് ആണെന്ന്. എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല, ഓൾറെഡി എനിക്കുള്ളതാണ് സൈനസ്. പണ്ടുണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞൊരു 2-3 വർഷമായിട്ടാണ് സൈനസ് ഉള്ളത്. എൻ്റെ അമ്മയ്ക്കുണ്ട്, എൻ്റെ ഇമ്മക്കുട്ടിക്ക് മൈഗ്രെയിൻ ഉണ്ട്. മൈഗ്രെയിനും സൈനസും കൂടിയിട്ടുള്ളൊരു സാധനം. പക്ഷെ ഭാഗ്യം കൊണ്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് അവൾക്ക് ഉറങ്ങണം, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ട്രിഗർ ആവുമായിരുന്നു. പക്ഷെ അതൊന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞപ്പോൾ എവിടെ ടച്ച് ഔട്ട് അത് ഓക്കെ ആയി. ഇപ്പൊ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. എനിക്കും തോന്നുന്നു എനിക്ക് ചിലപ്പോൾ സൈനസിന്റെ ആ ഒരു തീവ്രത ചിലപ്പോൾ അറിയാത്ത എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും. കറക്റ്റ് വർക്കൗട്ട്, അങ്ങനെ ഉറങ്ങുക. ചില സമയത്ത് ഞാൻ എൻ്റെ ബോഡീനെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കാറുണ്ട്, പക്ഷെ ഞാൻ മാക്സിമം അത് സെറ്റാക്കി എടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും അതേ അറിയാത്തത്. ഇങ്ങനെ തട്ടുമ്പോൾ ഒക്കെ വേദന എടുക്കുന്നുണ്ട് എനിക്ക്, ഇങ്ങനെ മുറത്തുമ്പോൾ. അപ്പോൾ ChatGPT എന്നോട് പറഞ്ഞു അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ ഇരുന്നോട്ടെ, ലൈറ്റായിട്ട് തൊടുമ്പോഴേ വേദനയുള്ളൂ എന്ന് വെച്ചാൽ അധികം ഒന്നും ബോധർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ChatGPT പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ പോകണമെന്ന് വിചാരിക്കും. എനിക്ക് ആയുർവേദം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ലൈറ്റായിട്ട് തട്ടുമ്പോൾ ഒന്നും വേദന കേട്ടോ, പിടിച്ചമർത്തുമ്പോൾ മാത്രമേ വേദനയുള്ളൂ. ഓക്കേടാ. അപ്പോൾ ക്രീം ബ്ലഷ്, ലിക്വിഡ് ബ്ലഷ്. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ലിക്വിഡ് ബ്ലഷാണ് കുറേ കൂടി ഇഷ്ടമായിട്ടുള്ളത്. കാരണം എനിക്ക് ബ്ലഷിന് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളത് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളൊരു ബിഗിനറാണ്, ക്രീം ബ്ലഷാണ് കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം കേട്ടോ. അത് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം Peach Pie 06 ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട. ഞാൻ ഇതായിരിക്കും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളതും ഉണ്ട്. നല്ല ഷെയ്ഡുമാണ്. ഇതും അതെ, ഇത് നല്ല ഷെയ്ഡാണ്. പക്ഷെ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മാർസിൻ്റെ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മൈക്രോ ഐബ്രോ പെൻസിൽ. എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെയും നല്ല ഇഷ്ടപ്പെട്ടത് തന്നെയാണ് സ്വിസ് ബ്യൂട്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു 299 അങ്ങനത്തെ ഉണ്ടെങ്കിൽ മാർസിൻ്റെ എനിക്ക് തോന്നുന്നു 250 ഇത് നമുക്ക് ഇങ്ങനെ മൈക്രോ പെൻസിൽ ആയതുകൊണ്ട് തന്നെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം വരുന്ന സ്പൂളിയില്ലേ അത് വെച്ചിട്ടൊന്ന് ഈരി കൊടുത്താൽ അടിപൊളി ലുക്കാടാ. നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എഴുതുന്നതിനെക്കാട്ടിനും കുറെ കൂടി നല്ല രസമായിട്ട് നമുക്ക് ഫിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം. ഐബ്രോ പെൻസിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈക്രോ ഐബ്രോ പെൻസിൽ നോക്കുന്നുണ്ടെങ്കിൽ മാർസിൻ്റെ അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് മാർസിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. വേറെയും കുറേ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അവരുടെ, പക്ഷെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മാർസിൻ്റെ വേറൊരു ബ്രഷ് സെറ്റ് ഈ ബ്ലൂ ഇത് വരുന്നുണ്ട്. ഇതും നല്ല, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗോൾഡൻ്റെ ഒരു സെറ്റ് തന്നെ മേടിക്കും. പക്ഷെ വേറെ ബ്രഷസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് മേടിക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണോ. പലതരത്തിലും യൂസ് ചെയ്യാം. അതായത് ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്, ഐഷാഡോ ബ്രഷ് ഉണ്ട്, പൗഡർ ബ്രഷ് ഉണ്ട്, ഇങ്ങനെ കുറേ തരത്തിലുള്ള ബ്രഷ് ഉണ്ട്. എന്നാൽ വിലയും നമുക്കൊരു അഫോർഡബിൾ റേറ്റിലുള്ളത് കിട്ടും. എന്നാൽ ഫൗണ്ടേഷൻ ബ്രഷ് മാത്രമായിട്ട് മേടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം മേടിച്ചാലും നല്ലതാണ് കേട്ടോ. ഇത് 200 രൂപ 250 രൂപ ആ രീതിക്കുള്ള നമുക്ക് ഇങ്ങനെ ടിക് 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 നാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. മാർസിൻ്റെ ഒരുപാട് ലിപ് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു 5 Dreams വെൽവെറ്റ് ലിപ് ടിൻറ്റ്. പക്ഷെ അത് കിട്ടാനേ ഇല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടിൻറ്റ്, അതിന് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്നത്, ഞാൻ കുറേ തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു പൊടിക്ക് ഡ്രൈയിങ് ആണ്. അതിനെക്കാട്ടിലും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പിരിപിരാന്ന് വരും. കുറച്ച് കഴിഞ്ഞാൽ മേ ബി ലൈക്ക് രണ്ടല്ല കേട്ടോ, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഒരു പിരിപിരാന്ന് നിൽക്കും, ഇങ്ങനെ കട്ടി. അതെങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം? ചിലപ്പോൾ എൻ്റെ ലിപ്സിൻ്റെ ഡ്രൈനെസ് കാരണം കൂടി കൊണ്ടായിരിക്കും. പക്ഷെ മറ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് അത്ര പെട്ടെന്ന് വരില്ലെങ്കിൽ ഈ ലിപ് ടിൻറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് വരുന്നത്. പക്ഷെ ആസ് എ ടിൻറ്റ് ഭയങ്കര അടിപൊളിയാണ്, നല്ല അടിപൊളി ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ. പിന്നെ മാർസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ റോക്കോൺ എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. അത് നമുക്ക് ക്വീൻ ഓഫ് മാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ 3 എണ്ണത്തിൻ്റെ കോംബോ മേടിക്കാൻ കഴിയും കേട്ടോ. ഇതും നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓൾറൗണ്ടർ ആണെങ്കിൽ നമുക്ക് ചേരുന്ന ഷെയ്ഡ്സ് കിട്ടും. അതല്ലെങ്കിൽ ഇത് വന്നിട്ട് ക്വീൻ ഓഫ് മാറ്റ്സിൻ്റെ
മെറൂൺസ്, പ്ലംസ് ആൻഡ് മെറൂൺസ് ഉണ്ട്. ഇതും നമുക്ക് ചേരുന്ന ഷെയ്ഡ്സ് ആണ്. പക്ഷെ ഇതിന്റെ തന്നെ ന്യൂഡ്സും ബ്രൗൺസും എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ ആയിട്ട് മേടിക്കുമ്പോൾ മിക്കവാറും നമുക്ക് ഈ 3 അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. മിക്സ് ആൻഡ് മാച്ച് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ആസച്ച് തന്നെ മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് തന്നെ 250 രൂപയ്ക്കുണ്ട്. പക്ഷെ ഇത് 3 മേടിക്കുകയാണെങ്കിൽ 400 സംതിങ്ങേ ഉള്ളൂ. അപ്പം ഇതെനിക്ക് എൻ്റെ ഫോമിലെയും ആ ഒരു പെർഫെക്ഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാവുന്ന ലിപ്സ്റ്റിക് തന്നെയാണ്. പിന്നെ അതേപോലെ ഇവരുടെ കുറേ മാറ്റ്സും ഗ്ലോസി ലിപ്സ്റ്റിക്സും ഒക്കെ ഒരുപാടുണ്ട്. നമുക്ക് എല്ലാം ചെയ്യാൻ കുറേ സമയം എടുക്കും. പക്ഷെ ഞാൻ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലോസ് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ബെറി കിസ് എന്ന് പറഞ്ഞിട്ട് ലിപ് ചേഞ്ചിങ് ഓയിലാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ വാളിലാണെങ്കിൽ അങ്ങനെ ഇടാം, അതല്ലാണ്ട് ഇടാം നമുക്ക്. അതല്ലാണ്ട് ഇടുമ്പോൾ നമുക്ക് ഒരു ടിൻറ്റ് കളറായിട്ടുണ്ടാകും. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, ഇനി എനിക്ക് ലാസ്റ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ ജെൽ കോമ്പാക്ട്. അടിപൊളി. ഇതന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ട് കേട്ടോ, അത് നല്ലതാണ്. ജെൽ കോമ്പാക്ട് നമുക്ക് ഏതിൻ്റെ മേടിച്ചാലും നല്ലത് തന്നെയാണ്. അൺലെസ് ആൻഡ് നമുക്ക് ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് ഇത് ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. കുറേ പേർക്ക് ഒരു സിൽക്കൺ ബേസ് സാധനം ഉണ്ടല്ലോ, അത് പറ്റില്ല, അവർക്കത് ട്രിഗർ ആവും, ആക്നെയൊക്കെ ട്രിഗർ ആവും. പക്ഷെ എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടം. ഇതിൻ്റെ ബ്രഷ് കാണാനില്ല കേട്ടോ, എന്ന് വെച്ചാൽ സ്പഞ്ച് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എത്ര ഓയിലി ആയിട്ടുള്ള ഭാഗമാണെങ്കിലും നല്ല രസമായിട്ട് അങ്ങ് മാറ്റ് ആക്കും എന്നുള്ളത് മാത്രമല്ല, നല്ല രസമായിട്ടുള്ള സ്മൂത്ത് ലൈക്ക് സ്കിൻ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇത് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ ലൈറ്റ് ആയിട്ടൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതയ്ക്ക് ഇത് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പഞ്ച് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ മേക്കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കെയർഫുൾ ആയിട്ടൊന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇത് അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. മാഴ്സിൻ്റെ കുറേ നല്ല കുട്ടി കുറേ നല്ല രസമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മേക്കപ്പിൽ ഒരു ബിഗിനറാണ്, അധികം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇതൊന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമാണ്, റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ലൈക്ക് ഫങ്ഷൻസിനൊക്കെ നമ്മൾ തന്നെ ചെയ്യാമെങ്കിൽ പ്ലീസ് ഹൈ എൻഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് ഫൗണ്ടേഷൻ ഷാലറ്റിൻ്റെ ആണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഷാലറ്റിന് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് പക്ക ഷെയ്ഡാണ്. ഈ അടുത്ത് ഞാനൊരു ഹൈ എൻഡ് ബ്രാൻഡിൻ്റെ 3000-4000 അടുത്ത് തന്നെയുള്ള ഒരു കൺസീലർ, മിൽക്കിൻ്റെ ആണോ അല്ല അതിൻ്റെ അല്ല തോന്നുന്നു, വേറെ ഏതോ ബ്രാൻഡ് 4000 അടുത്തുണ്ട്. എന്തായാലും ഞാൻ പോയി മേടിച്ചു. പക്ഷെ ഇപ്പോഴും ഞാൻ കൺസീലർ ആകെ യൂസ് ചെയ്യുന്നത് മെബ്ലിനും സ്വിസ് ബ്യൂട്ടിയും. അതിന് രണ്ടിനും ഭയങ്കര വിലക്കുറവല്ലേ എന്ന് വെച്ചാൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ ഹൈ എൻഡ് നമുക്ക് വർക്കായില്ലെങ്കിൽ നമുക്ക് ഇതിനും കിട്ടും. അങ്ങനെ നമുക്കിങ്ങനെ അടച്ച് ആക്ഷേപിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ചിലരുടെ ഇഷ്ടമാണ് കേട്ടോ, ചിലർക്ക് അവർക്ക് ഹൈ എൻഡ് മാത്രമേ യൂസ് ചെയ്താലേ വർക്കാവുള്ളൂ, കാരണം അവരുടെ സ്കിന്നിൽ ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ മേക്കപ്പ് ആണെങ്കിലും അതിൻ്റെ ബ്രാൻഡ്സ് നോക്കി മേടിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. നിങ്ങൾ ഒരിക്കലും മേടിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഞാൻ പറയാം, ഈ മീഷോ, അതുപോലെ ഈ ഫ്ലിപ്കാർട്ട്, ഈവൻ ആമസോണിലാണെങ്കിലും ഒരു അന്തം കൊണ്ടും ഇല്ലാത്ത കുറേ മേക്കപ്പ് സാധനങ്ങൾ കാണാം. ഭയങ്കര ക്യൂട്ട് പാക്കേജിങ്ങിലൊക്കെ വരുന്ന സാധനങ്ങൾ, അതൊരു കാരണവശാലും മേടിക്കരുത് കേട്ടോ. പോപ്പുലർ ആയിട്ടുള്ള നല്ല അഫോർഡബിൾ ബ്രാൻഡ്സ് ഉണ്ട്. മീഷോയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ബ്രാൻഡ് അറിയ കൂടിയില്ല. അതുപോലെ തന്നെ വഴിയോരത്തൊക്കെ നമുക്ക് കാണാം, സരോജിനി മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ കൂടെയുടെ ഡ്യൂപ്പ് കാണാം 100 രൂപയ്ക്ക് മസ്കാര. അതൊന്നും ഒരു കാരണവശാലും ട്രൈ ചെയ്യരുത്. നിങ്ങൾ മേക്കപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഉടായ്പ സാധനങ്ങളാണ്. മേക്കപ്പ് ഇനി എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഹാർംഫുൾ തന്നെയാണ്. കിടക്കുമ്പോൾ എന്തായാലും മേക്കപ്പ് ഡബിൾ ക്ലെൻസ് ചെയ്യുക, അതായത് പ്രോപ്പറായിട്ട് മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് മേക്കപ്പ് കളയുക. അതിനുശേഷം നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കിടക്കുക കേട്ടോ. അതേപോലെ തന്നെയാണ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ റെഗുലർ യൂസ് ഉണ്ടെങ്കിൽ ലിപ്പ് പിഗ്മെന്റഡ് ആക്കാണ്ടിരിക്കാനുള്ള ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂഡ് ഷെയ്ഡ് കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളത്. എത്ര പിഗ്മെന്റേഷൻ കൂടുന്ന ലിപ്സ്റ്റിക് ആണോ, എത്ര ഡാർക്ക് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, എത്ര നല്ല ഹൈ എൻഡ് ബ്രാൻഡ് ആണെങ്കിലും നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ പക്ഷേ അത് നോക്കുന്നില്ല, കാരണം എൻ്റെ ലിപ്സ് പണ്ട് മുതലേ വളരെ ഡാർക്കാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്ത ഒരു ആ രീതിക്ക് പോകണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂടാ. അപ്പം ഞാൻ പ്രോഡക്ട്സ് എല്ലാം ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. മോസ്റ്റ്ലി ഞാൻ അവിടെ ടാഗ് ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു ഓൾസോ സോ മച്ച്. നിങ്ങൾക്ക് ഏത് മാഴ്സിൻ്റെ പ്രോഡക്റ്റാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല, അതേപോലെ തന്നെ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമല്ലാത്തതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലേ അത് എന്തായാലും പറയണം. ഇഷ്ടമായെന്ന് പറയുന്നതിനെക്കാട്ടിനും നമുക്ക് യൂസ്ഫുൾ ആവുക ഇഷ്ടമായില്ല ഇന്ന കാരണം കൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആളുകൾക്ക് അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.